ഭാരതാംബ എന്ന ചിത്രം ആദ്യം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ആ ചിത്രത്തിൽ ഇന്ത്യയും സിംഹവും ഒന്നും ഉണ്ടായിരുന്നില്ല. 4 കൈകളുള്ള ദേവതയായിരുന്നു അബനീന്ദ്രനാഥ ടാഗോറിന്റെ ഭാരതാംബ. ജപമാലയും എഴുത്തോലയും ഒക്കെ ആയിരുന്നു ആ കൈകളിൽ. ഒരു ഹിന്ദു സന്യാസിനിയുടെ വേഷവിധാനമായിരുന്നു ആ ഭാരതാംബയ്ക്ക്. എന്നാൽ ഇന്ത്യയുടെ മാപ്പിന് മുകളിൽ ഭാരതാംബയെ വരച്ചു ചേർത്തത് 1909-ലാണ്. സുബ്രഹ്മണ്യ ഭാരതിയുടെ വിജയ എന്ന മാസികയിലായിരുന്നു അത്. മാഗസിനുകളിലും പോസ്റ്ററുകളിലും കലണ്ടറുകളിലുമൊക്കെ അത് രൂപപ്പെട്ടു വന്നത് അങ്ങനെയാണ്. അതോടെ അത് സമ്പൂർണ്ണ ആരാധനാ രൂപമായി മാറി. അനേകം ഹിന്ദു ദേവതകളിൽ ഒന്ന് എന്നതിനപ്പുറം ഇന്ത്യ എന്ന രാജ്യവുമായി അതിന് ബന്ധമുണ്ടായിരുന്നില്ല. ഇന്ത്യയെ മാതാവായും ആ മാതാവിന് ഭാരതാംബയുടെ രൂപം കൽപ്പിക്കുന്നതിനും ഓരോരുത്തർക്കും വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. അതിനപ്പുറം അത് രാജ്യത്തിന്റെ ചിത്രമാകുന്നില്ല. നമ്മുടെ ഭരണഘടനയിലോ രാഷ്ട്രസങ്കല്പത്തിലോ അങ്ങനെ ഒരു രൂപത്തെക്കുറിച്ച് പരാമർശം പോലുമില്ല. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിന് പോലും ഹിന്ദുവുമായി ബന്ധമില്ല. ഹിന്ദ് എന്നാൽ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യക്ക് ജയ് എന്നത് മാത്രമാണ് അതിനർത്ഥം. ഹിന്ദുവെന്നും ദേവതയെന്നും പറയുമ്പോഴാണ് കഥ മാറുന്നത്.